ഓൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഹോം മെയ്ഡ് കേക്കാണ് കേട്ടോ. അതിനുവേണ്ടി ഞാൻ റവ എടുത്തിട്ടുണ്ട്. ഇതുപോലൊരു പാത്രം നിറച്ച് റവ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതേ പാത്രം തന്നെ, അതേ ഒരു ചെറിയ പാത്രം ഞാൻ കാണിച്ചില്ല, അതേ പാത്രം തന്നെ നിറച്ച് ഷുഗർ എടുത്ത്, പഞ്ചസാര എടുത്ത് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതേ പാത്രം തന്നെ നിറച്ച് മൈദയും എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം സെയിം അളവിൽ തന്നെയാണ്. ആ പാത്രത്തിൻ്റെ തന്നെ 1/4 ഭാഗം തൈര് എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിൽ നിറച്ച് പാലും എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ റവയ്ക്കകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന തൈരില്ല, അതിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കുമ്പോൾ ഇതിങ്ങനെ വരുള്ളൂ. കുറച്ച് നേരം ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാല് കുറേശ്ശെ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരേ ദിശയിലേക്ക് മാത്രം തന്നെ ഇളക്കണം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലോട്ടാണ് ഇളക്കുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡ് മാത്രമേ ഇളക്കാൻ പാടുള്ളൂ, തിരിച്ചും മറിച്ച് ഇളക്കാൻ പാടില്ല കേട്ടോ. നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ. ഞാൻ പിന്നെയും കുറച്ചും കൂടെ പാലൊഴിച്ചിട്ടുണ്ട്. പാലൊഴിച്ച് നമുക്കിതൊന്നും കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. നമുക്കിത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. നമ്മുടെ ഈ ഇളക്കുന്നതിനകത്താണ് കേക്കിൻ്റെ സോഫ്റ്റ്നെസ് ഒക്കെ ഇരിക്കുന്നത് കേട്ടോ. ഇത് റവ ആയതുകൊണ്ട് തന്നെ ഇതൊന്ന് കുതിർന്ന് വരണം, അതിന് വേണ്ടിയാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണത്. നല്ലപോലെ ആയി വന്നിട്ട് നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പാത്രമില്ല, അതിനകത്ത് കുറച്ച് ഓയിൽ തടവണം, സൺഫ്ലവർ ഓയിൽ. അതിന് ശേഷം മൈദ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പുരട്ടിയെടുക്കണം കേട്ടോ. ഈ ബട്ടർ നമ്മൾ ഇതിനകത്താണ് ഇടുന്നത് കേട്ടോ, അതിന് വേണ്ടിയാണ്. അതായത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, ഞാനിത് പിന്നെയും നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിരുന്ന മൈദ ഇല്ലേ, അതിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം. പാലൊഴിച്ച് കൊടുക്കണം കേട്ടോ. പാലൊഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം മൈദ. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഷുഗർ പൗഡറില്ലേ, അതും ഇട്ട് കൊടുക്കാം. അതും ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്ക് ഇളക്കിയെടുക്കാം കേട്ടോ. കുറച്ച് പാലിടയ്ക്ക് ഒഴിച്ച് കൊടുക്കണം. അതുപോലെ തന്നെ എണ്ണ ഒഴിക്കണം കേട്ടോ. ഞാൻ കാണിച്ചില്ലായിരുന്നു ആദ്യമേ, ആ പാത്രത്തിൻ്റെ 1/4 ഭാഗം എണ്ണ ഒഴിക്കണം. സൺഫ്ലവർ ഓയിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, വെളിച്ചെണ്ണ അല്ലാത്തുള്ള എണ്ണകളൊന്നും ഉപയോഗിക്കരുത്. സൺഫ്ലവർ ഓയിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം കേട്ടോ. കട്ടിയാണെന്നുണ്ടെങ്കിൽ നല്ല ലൂസായിട്ട് വരണം, അതിന് വേണ്ടി പിന്നെയും നമുക്ക് വേണമെങ്കിൽ പാലൊഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ വാനില എസൻസ് ആണ് ഒഴിച്ചത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഞാൻ കുറച്ചുകൂടെ പാലൊഴിച്ചിട്ടുണ്ട് കേട്ടോ. കട്ടിയായിരുന്നു, അതിനെ ലൂസാക്കാൻ വേണ്ടി കുറച്ചുകൂടെ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇത് ഇനോയാണ് കേട്ടോ. ഇനോ ഇട്ട് കൊടുക്കുന്ന ലെമണിൻ്റെ ഇനോ തന്നെ എടുക്കണേ. എന്നിട്ട് അതിലേക്ക് കുറച്ചുകൂടെ പാലൊഴിച്ച് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയാണ്. എന്നിട്ട് നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. ലെമണിൻ്റെ ഇനോ തന്നെ എടുക്കണം കേട്ടോ, എങ്കിലേ ആ ഫ്ലേവർ കറക്റ്റായി വരുള്ളൂ. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അത് നമ്മൾ ബട്ടർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ സമയത്തിന് നമുക്ക് കേക്ക് വെക്കണ്ടേ, അതിന് വേണ്ടിയുള്ള ചട്ടിയാണ് വെച്ചത്. ചട്ടിക്കകത്ത് സ്റ്റാൻഡ് വെച്ചിട്ട് ഇങ്ങനെ അടച്ചു വെച്ച് കുറച്ച് നേരം വെക്കുന്നുണ്ട്, ചൂടായി വരാൻ. ഇത് നമ്മുടെ കേക്കിൻ്റെ പാത്രമാണ്. അതിലേക്ക് നമുക്ക് നമ്മൾ ആക്കി വെച്ചേക്കുന്ന ബട്ടർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഗാർണിഷ് ചെയ്യാം. ഞാൻ കുറച്ച് പിസ്ത, ബദാം, കിസ്മിസ് ഇടുന്നില്ല, അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാം ഇട്ട് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇടാം കേട്ടോ. നമുക്കിത് ആ ചട്ടിക്കകത്ത് സ്റ്റാൻഡിനകത്തോട്ട് വെക്കാം. ഓവലിൻ്റെ ഒന്നും ആവശ്യമില്ല, എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. 40 മിനിറ്റാണ് വേണ്ടത് കേട്ടോ. എളുപ്പമാണ്, നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ വെച്ച് നമുക്ക് എളുപ്പത്തിൽ കേക്ക് തിന്നണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ കേക്ക് വെന്ത് വന്നിട്ടുണ്ട്. കെമിക്കലൊന്നും ചേർക്കാതെ നല്ല കേക്ക്
കേക്കാണ്. നല്ലതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ. അകവശമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റും ആണ്. എല്ലാവരും ഒരു വട്ടമെങ്കിലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പുറത്തുനിന്നൊക്കെ മേടിക്കുമ്പോൾ എന്തൊക്കെ ചേർക്കുമെന്ന് നമുക്കറിയില്ല. വീട്ടിലാകുമ്പം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് മുറിച്ച് നോക്കുന്നുണ്ട്. അതിൻ്റെ അകവശമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. എൻ്റെ കുട്ടിക്കൊക്കെ ഇഷ്ടമായി. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.